കേരളത്തിലെ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിൽ കടുത്ത രീതിയിലുള്ള അവഗണനയും അലംഭാവവുമാണ് UDF സർക്കാർ കാണിച്ചിട്ടുള്ളത്. ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന എല്ലാ ഘട്ടങ്ങളിലും തികഞ്ഞ അലംഭാവത്തോടു കൂടിയാണ് ഗവൺമെൻറ് കാര്യങ്ങൾ നീക്കിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുത്ത് ആവശ്യമായ തയ്യാറെടുപ്പ് നടത്തുന്നതിനുള്ള എല്ലാ മേഖലയിലുള്ള പ്രവർത്തനത്തിന് ആദ്യഘട്ടം മുതലേ വീഴ്ചയായിരുന്നു. മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് തന്നെ രക്ഷാപ്രവർത്തനത്തിന് സജ്ജമാക്കിയിരുന്ന LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 200ഓളം പേരെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ അവരെ പിരിച്ചുവിടുന്ന നിലയാണ് സ്വീകരിച്ചത്. ഓഖി ദുരന്തം ഉൾപ്പെടെയുള്ള സന്ദർഭത്തിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ കടലോര മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ നല്ല പരിശീലനം വേണ്ടിയിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ 200ഓളം വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ ചെറുപ്പക്കാരെ പരിശീലനം കൊടുത്ത് വളർത്തിയെടുത്തത്. ആദ്യം തന്നെ അവരെ ഒഴിവാക്കുന്ന നില സ്വീകരിച്ചു. ഇവരുടെ സാന്നിധ്യം മലയോര മേഖലയിലെ ആദിവാസികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ അവിടെ പ്രധാനപ്പെട്ട സംവിധാനം രൂപപ്പെടുത്തിയതുപോലെ ഏതാണ്ട് അതേ തരത്തിലുള്ളതാണ് കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ സ്ഥിതി. ഈ മത്സ്യത്തൊഴിലാളികളെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന ഈ ഒരു സന്നദ്ധ സൈന്യത്തെ ആദ്യം തന്നെ ഒഴിവാക്കുകയാണ് ചെയ്തത്. അവരുടെ സാന്നിധ്യം മത്സ്യമേഖലയിലുള്ള ദുരന്തത്തെ ഒഴിവാക്കുന്നതിന് സഹായകരമായിരുന്നു. അതേപോലെ LDFൻ്റെ ഗവൺമെൻറ് മുമ്പ് ഏത് ദുരന്തത്തിലും മത്സ്യത്തൊഴിലാളികൾക്ക് വിവരങ്ങൾ നൽകുന്നതിന് അന്ന് സാറ്റലൈറ്റ് ഫോണുകൾ അവർക്ക് സബ്സിഡിയുടെ ഭാഗമായിട്ട് നൽകിയിരുന്നു. പിന്നീടത് റീചാർജ് ചെയ്യാൻ കാര്യമായ ഒരു സഹായവും നൽകാത്ത പശ്ചാത്തലത്തിലാണ് അത് നിന്നുപോയത്. കാരണം ഈ മത്സ്യത്തൊഴിലാളികൾ സ്വന്തം പണം കൊടുത്ത് റീചാർജ് ചെയ്യുക എന്നുള്ള നില സ്വീകരിക്കില്ല. അപ്പോൾ രക്ഷാദൗത്യത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ യഥാർത്ഥത്തിൽ മുൻകൂട്ടി തയ്യാറാക്കി കടലോര ജനതയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിലും വലിയ പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം ദുരന്തങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനിടയാക്കി എന്നുള്ളതാണ് സത്യം. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവുന്നത് അറിഞ്ഞാൽ ഉടൻ തന്നെ നടത്തേണ്ടുന്ന തയ്യാറെടുപ്പുകൾ സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകി ആവശ്യമായ രീതിയിൽ മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം കൂടിച്ചേർന്നപ്പോഴാണ് വലിയ ദുരന്തം ഉണ്ടായത്. ദുരന്തമുണ്ടായപ്പോൾ തിരച്ചിൽ തന്നെ ഊർജ്ജസ്വലമായി നടത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ സന്ദർഭത്തിലും പറയുന്നത് പോലെ ഇപ്രാവശ്യവും വലിയൊരു കളവാണ് പറഞ്ഞത്. അത് ചരിത്രത്തിലില്ലാത്ത രീതിയിൽ രക്ഷാപ്രവർത്തനം അന്നു മുതലേ ആരംഭിച്ചു എന്നാണ്.
നീണ്ടകരയിൽ ഇന്നലെ ഞാൻ രണ്ടാളെ കാണാതാവുകയും രണ്ടാൾ മരിക്കുകയും ഒരാളെ കാണാതാവുകയും ചെയ്ത ആ കുടുംബത്തിൽ ചെന്ന് ചേർന്നപ്പോൾ 2 കുഴിമാടങ്ങളാണ് ഇടതുഭാഗത്ത് വീട്ടിൻ്റെ തന്നെ മുറ്റത്ത് കാണാനായത്. 2 പേർ മരിച്ച് ശവസംസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. ആ അമ്മയുടെ കരച്ചിൽ മകനു വേണ്ടിയാണ്. 26 വയസ്സ് പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ 11ാമത്തെ ദിവസം ഇന്ന് 12ാമത്തെ ദിവസമാണ്, തിരിച്ചു വന്നില്ല. ആ അമ്മ എന്നോട് തന്നെ പറഞ്ഞത്, ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിച്ചു, നല്ല ധാരണയുള്ള ഒരു സ്ത്രീയാണ്, ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ കണ്ടെത്താനും ബോട്ടുകൾ സംരക്ഷിക്കാനും എല്ലാമുള്ള ഗോൾഡൻ ഡേയ്സ് ഉണ്ട്. അവരാണ് എന്നോട് ആ പദം ഉപയോഗിച്ചത്, ഗോൾഡൻ ഡേയ്സ്. അത് പൂർണ്ണമായിട്ടും പാഴാക്കി. അത് ആദ്യത്തെ ദിവസങ്ങളാണ്. ഞാൻ ആ ഓഫീസിൻ്റെ മുമ്പിൽ പോയി ശക്തിയായി പ്രതിഷേധിച്ചതിന് ശേഷമാണ് 6ാമത്തെ ദിവസം യഥാർത്ഥത്തിൽ തിരച്ചിലിന് വേണ്ടി ആവശ്യമായ നിലപാട് സ്വീകരിക്കാമെന്ന് പറഞ്ഞത്. എന്നിട്ടും രാവിലെ വരുമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. DMO എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തേ പരാതി തരാതിരുന്നത് എന്ന്. അതാണ് ആ അമ്മ എന്നോട് പറഞ്ഞ കാര്യം. ദുരന്തം കഴിഞ്ഞ് 6ാമത്തെ ദിവസം സമരത്തിനിറങ്ങേണ്ടി വന്ന അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ശക്തിയായ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ, തിരച്ചിൽ പോലും നടത്താൻ 6 ദിവസം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഈ സമയത്ത് തന്നെ ആദ്യം തന്നെ കേന്ദ്രസേനയെ വിന്യസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഗവൺമെൻറ് ആദ്യം തയ്യാറായില്ല. ഇതാണ് മുതലപ്പുഴയിലും അതുപോലെ തന്നെ വിഴിഞ്ഞത്തും നീണ്ടകരയിലുമെല്ലാം നമ്മൾ കണ്ട ചിത്രം. ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകത്തക്ക രീതിയിൽ അവിടെ ഓടി എത്തേണ്ടുന്ന ജനപ്രതിനിധികളും മന്ത്രിമാരുമെല്ലാം യഥാർത്ഥത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്, ആഴ്ച കഴിഞ്ഞപ്പോഴാണ് രംഗത്ത് വരുന്നത്. ഇത്തരത്തിലുണ്ടായ ഗുരുതരമായ വീഴ്ച യഥാർത്ഥത്തിൽ ഉണ്ടായി എന്നുള്ളതിനെ മറച്ചുവെക്കാനാണ് ഇപ്പോഴവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.